കഴിഞ്ഞ ആഴ്ച കൊച്ചിയിലെ ഒരു ബാങ്ക് മാനേജറിന് മുന്നിൽ ഒരു ഗൾഫ് മലയാളി വന്നിരുന്നു. വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലെത്തിയതാണ്. ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ ലോണിനായിട്ട് അപേക്ഷിക്കാൻ വന്നപ്പോൾ മാനേജർ ചോദിച്ചു, ലിക്വിഡ് അസറ്റ്സ് വല്ലതും ഉണ്ടോ കയ്യിൽ, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അയാൾ ഒരു നിമിഷം നിശബ്ദനായി. എന്ത് പറയണമെന്നറിയാതിരുന്നു. 25 വർഷത്തെ ഗൾഫ് ജീവിതം, ബാക്കിയുള്ളത് നാട്ടിലൊരു വലിയ വീട് മാത്രം. ബാങ്ക് ബാലൻസ് ഏതാണ്ട് വട്ടപൂജ്യമാണ്. സത്യം പറഞ്ഞാൽ നാളെ പെട്ടി പാക്ക് ചെയ്ത് നാട്ടിൽ വിമാനം ഇറങ്ങുന്ന ഓരോ ശരാശരി മലയാളിയുടെയും അവസ്ഥ ഇതാണ്. പണം എവിടെ പോയി? ഒരു സെക്കൻഡ് നമ്മളിതൊന്ന് ആലോചിച്ചാൽ 20-25 വർഷം കൊണ്ട് ചോര നീരാക്കി പണിയെടുത്തിട്ട് ചുരുങ്ങിയത് 1.5-2 കോടി രൂപയെങ്കിലും നാട്ടിലേക്ക് അയച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് എ മാസീവ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഒരു ബിസിനസ്സിലേക്ക് ഇത്രയും പണം വന്നിരുന്നെങ്കിൽ അതൊരു വലിയ സാമ്രാജ്യമായിട്ട് മാറിയേനെ. പക്ഷേ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? കാണാൻ കൊള്ളാവുന്ന വലിയൊരു വീട്, കുറച്ച് സ്വർണം, മറ്റുള്ളവർക്ക് വേണ്ടി തീർത്ത കുറേ ബാധ്യതകൾ. ഇതൊരു ചെറിയ കാര്യമല്ല. ഇതൊരു തലമുറയുടെ തന്നെ വെൽത്ത് ഡിസ്ട്രക്ഷനാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണം വരുന്നു, അത് നേരെ ഡെഡ് അസറ്റിലേക്ക് പോകുന്നു. ഡെഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഒന്നും കിട്ടാത്ത അസറ്റിലേക്ക് പോകുന്നു. നാട്ടിലൊരു വലിയ വീട് വയ്ക്കുക എന്നത് ഒരു വലിയ പ്രഷറാണ്, അത് പ്രത്യേകിച്ചും ഗൾഫുകാർക്ക്. പക്ഷെ 1 കോടി രൂപ മുടക്കി വയ്ക്കുന്ന ആ വീടിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നോ? ഇറ്റ് ഡസ് നോട്ട് പേ യുവർ മന്ത്ലി സാലറി. അതിന് മെയിൻ്റനൻസ് വേണം. അത് നിങ്ങളുടെ ബാക്കിയുള്ള ക്യാപിറ്റൽ കൂടി ഇല്ലാതാക്കും. നമ്മൾ പണത്തെ ലോജിക്കലായല്ല, ഇമോഷണലായാണ് കാണുന്നത്. ഇൻഫ്ലേഷൻ റേറ്റ് ഇപ്പോൾ ഏകദേശം 4-5% കാണുമെന്ന് കരുതുക. അതായത് നമ്മുടെ ജീവിത ചെലവ് ഓരോ വർഷവും കുതിച്ചു വരികയാണെന്ന് ചുരുക്കം അത്രമാത്രം മനസ്സിലാക്കാം. ഒരു പ്രവാസി തൻ്റെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ് മുഴുവൻ ഈ സിമെൻറ്റിലും ഇഷ്ടികയിലും നിക്ഷേപിക്കുമ്പോൾ കമ്പൗണ്ടിങ് വഴി വളരേണ്ട പണമാണ് അവിടെ ബ്ലോക്ക് ആവുന്നത്. വീട് എന്നത് കുടുംബപരമായി കിടന്നുറങ്ങാനുള്ള ഒരിടം മാത്രമാണ്, അല്ലാതെ അതൊരു ഫിനാൻഷ്യൽ പ്ലാൻ അല്ല. നമ്മൾ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ്സും വെൽത്ത് ക്രിയേഷനും തമ്മിൽ എപ്പോഴും കൺഫ്യൂസ്ഡ് ആകും. പലപ്പോഴും നമ്മൾ വീടുണ്ടാക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ദ സ്റ്റാൻഡേർഡ് FD റേറ്റ് റൈറ്റ് നൗ ഈസ് അറൗണ്ട് 7%. നാട്ടിലേക്ക് അയച്ച പണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഒരു ബേസിക് ഫിക്സഡ് ഡിപ്പോസിറ്റിലോ PPF അക്കൗണ്ടിലോ മാറ്റിയിരുന്നെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം നാട്ടിലെ മന്ത്ലി എക്സ്പെൻസ് കവർ ചെയ്യാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ഇനി യഥാർത്ഥ പ്രശ്നം ഈ വീട് മാത്രമല്ല, അതാണ് ദ ഇൻവിസിബിൾ NRI ടാക്സ്. നമ്മൾ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഗൾഫുകാരൻ്റെ ഒരു പെർമനൻ്റ് ATM ആണ് അതൊരു പ്രതീക്ഷയാണ്. പക്ഷേ വിസ ക്യാൻസൽ ആയി വരുമ്പോഴേക്കും ആ ശമ്പളം നിൽക്കുമ്പോൾ ഈ പറയുന്ന സപ്പോർട്ട് സിസ്റ്റം പെട്ടെന്ന് ഇല്ലാതാവും. ആളുകൾ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ പണത്തെയാണ്, നിങ്ങളെയല്ല. നമ്മൾ നോ പറയാൻ പഠിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ജോലിയുള്ള സമയത്ത്, ഗൾഫിലായിരിക്കുന്ന സമയത്ത് നോ പറയാൻ പഠിക്കണം. നിങ്ങളിപ്പോൾ ദുബായിലോ ദോഹയിലോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്താണെങ്കിൽ, നാളെ ശമ്പളം കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നാട്ടിലേക്ക് പണം അയക്കുകയല്ല, ആ വരുമാനത്തിൽ നിന്ന് ഒരു 20% നിങ്ങളുടെ സ്വന്തം ഭാവിക്കായിട്ട് മാറ്റിവെക്കുക. ദാറ്റ് 20% ഈസ് യുവർ എക്സിറ്റ് ടിക്കറ്റ്. അതാണ് നിങ്ങളുടെ മടക്ക ടിക്കറ്റ്. ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഒരു സിപ്പ്, ഇത് ഏത് വേണമെങ്കിലും ആവാം. ദ ഹാബിറ്റ് ഓഫ് പേയിങ് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങൾക്കായിട്ട് ആദ്യം പണം ചിലവാക്കാൻ ഗൾഫിലുള്ള ഓരോരുത്തരും വിചാരിക്കണം. എക്കാലത്തും കോൺട്രാക്റ്റ് പുതുക്കി കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കാനാവില്ല. ഏജ് പലപ്പോഴും നമ്മുടെ വയസ്സ് കൂടി വരികയാണ്. പലപ്പോഴും ലോക്കലൈസേഷൻ പോളിസി വരുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം നാട്ടിലെത്തുമ്പോൾ ആ ഒരു വലിയ വീടിൻ്റെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ നമുക്ക് കടന്നു വന്നേക്കാം. സർക്കാർ നിങ്ങൾക്ക് മാസം ചെക്ക് അയച്ചു തരില്ല. നിങ്ങളുടെ പോർട്ട്ഫോളിയോ മാത്രമാണ് നിങ്ങളുടെ ഒരേ ഒരു പെൻഷൻ. കൊടുംചൂടിൽ ഗൾഫിൽ പണിയെടുക്കുമ്പോഴും നിങ്ങളുടെ പണം നാട്ടിൽ നിങ്ങൾക്കായിട്ട് പണിയെടുക്കണം. ശാന്തമായി ഒന്ന് ചിന്തിക്കുക. ഈ ആഴ്ച അവസാനം നിങ്ങളുടെ നെറ്റ് വർത്ത് ഒന്ന് കണക്കാക്കി നോക്കൂ. വെറുതെ ഒന്ന് കണക്ക് കൂട്ടി നോക്കൂ. നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ വില അതിൽ നിന്ന് ഒഴിവാക്കുക, അത് കിഴിക്കുക. ബാക്കി എന്തുണ്ട്? അതാണ് നിങ്ങളുടെ റിയാലിറ്റി. നാട്ടിൽ വരുമ്പോൾ കൃത്യമായൊരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ അഡ്വൈസറോട് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാതെ ഓൺലൈൻ ഉപദേശകരോടോ നിങ്ങളുടെ പകുതി വിവരം മാത്രമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കരുത്. നേരിട്ട് അഡ്വൈസറോട് ചോദിക്കണം. ഗൾഫ് റിട്ടേണി എന്നാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ വീടുള്ള ആളാകരുത്. കാശിനെക്കുറിച്ച് ഇനി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടാത്ത ഒരാളായി മാറണം. ലെറ്റ് us സ്റ്റാർട്ട് മേക്കിംഗ് ദാറ്റ് ഷിഫ്റ്റ്.